അതിനാശയം ആദർശം എന്താണ് എന്ന് ഇന്ന് വരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഇവരോട് ചോദിച്ചു, സമസ്തയെക്കുറിച്ചൊന്നും പറയണ്ട, സമസ്തയുടെ 40 മുശാവറ അംഗങ്ങൾ, ആ അംഗങ്ങളുടെ പേര് മാത്രം, പേര് മതി, ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയുമോ? എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉസ്താദുമാർ, മറ്റ് ഉലമാക്കൾ, കേരളക്കരെ പ്രഗത്ഭരായ ഉസ്താദുമാര്, ഉലമാക്കള്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു വലിയ ഉലമാ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ആ ബഹുമതിയോട്, അതിന് ലോകത്ത് അള്ളാഹു കൊടുത്ത ആ ഇസ്സത്തോട് നിലനിർത്തിത്തരട്ടെ എന്ന് നാം ദുആ ചെയ്യുന്നു. പഴയ കാലം മുതൽ നാം പരിശോധിച്ച് നോക്കിയാൽ വലിയ വലിയ പണ്ഡിതന്മാരായി അക്കാലത്ത് അറിയപ്പെട്ടവരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അന്നത്തെ സാരഥികൾ. ഇന്നും അങ്ങനത്തെ ആ കാലഘട്ടത്തിനനുസരിച്ച് വലിയ ഉയർച്ചയും വലിയ സ്ഥാനവും വലിയ മഹാത്മ്യം എല്ലാവരും വെച്ചു കൊടുത്തിരുന്ന മഹാന്മാരായ ഉലമാക്കൾ അവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ആ വലിയ പണ്ഡിത സഭ ഇവിടെ അതിൻ്റെ ബഹുമാനത്തോടെ നിലനിർത്തിപ്പോന്നത്. ആ സഭ അന്ന് പോലെ ഉള്ളതുപോലെ പിന്നെയും പിന്നെയും ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അതിനിടയിൽ ചിലർക്കൊക്കെ ചിലത് എന്നല്ല പലതും നഷ്ടപ്പെട്ടു കാണാം. അതിൻ്റെ ഇടയിൽ അഹ്ലുസുന്ന അല്ലാത്ത വല്ല ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അവരാണ്
സമസ്ത കേരള ജമിയത്തുലമയുടെ തനിമ വിട്ടുപോകുന്നത്. ആ തനിമ അവർ വിട്ടുകളഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരെ പോലെ അവർ സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പിന്നോട്ട് പോയി. അവസാനം അവരെ വിട്ടുകളയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. കാരണം സമസ്ത കേരള ജമിയത്തുലമയുടെ എല്ലാ ആശയാദർശങ്ങളും സംഘടനയിൽ നിന്ന് ഒപ്പിയെടുത്ത് അതിൻ്റെ കൂടെ ഉറച്ചു നിന്നവർ ആ കാലഘട്ടങ്ങളെല്ലാം അവർ അതിജീവിച്ചു പോന്നു. അവർക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. പിന്നെ അവരോട് ഇവർക്ക് എങ്ങനെയാണ് 100 വർഷം ആവുക എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. 100 കൊല്ലം സമസ്തയിലൂടെ പോയവർക്കേ അതറിയുള്ളൂ. 100 കൊല്ലം സമസ്തയുടെ കൂടെ പോകാതെ അതിൻ്റെ മഹാന്മാരായ ഉലമാക്കളെയും അന്നത്തെ വലിയ വലിയ സാരഥികളായ മഹത്തുക്കളെയും കൈവിട്ടുകൊണ്ട് വില കുറഞ്ഞ രാഷ്ട്രീയക്കാരെ കൂടെ നിന്നവരാണ്. അവർക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരും തന്നെ ഇപ്പൊ ചിന്തിച്ചാൽ നമ്മുടെ 100 വർഷം കഴിഞ്ഞല്ലോ. അതെങ്ങനെ കഴിഞ്ഞു? ഇപ്പൊ അവർ തന്നെ ഒന്നിലല്ല പലതിലും തർക്കത്തിലാണ്. അവർക്കും കണക്ക് കൂട്ടിയിട്ട് കണക്കൊക്കണില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതെല്ലാം ചോദിക്കുന്നവർ ആദ്യം ഇതൊക്കെ ഒന്ന് സമസ്തയുടെ ചരിത്രം ഒന്ന് വായിച്ച് നോക്കുകയോ ചോദിച്ച് പഠിക്കുകയൊക്കെ ചെയ്താൽ സമസ്ത കേരള ജമിയത്തുലമയുടെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല. എന്താണ് ഈ സമസ്ത എന്നറിയാത്ത ചിലർ സമസ്തയെക്കുറിച്ച് പഠിക്കാൻ നിന്നാൽ പറയാൻ നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാലം വരെ സമസ്തയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ പിന്നെ സമസ്തയുടെ സ്ഥാനങ്ങളിലേക്ക് കയറി വന്നാൽ അവർക്ക് എന്തിനെക്കുറിച്ചാണ് അറിയാം? അവർക്ക് എന്തിനെക്കുറിച്ചാണ് പറയാൻ ധൈര്യമുണ്ടാവുക? ഈ കാലം വരെ ഒന്നും സമസ്തന്റെ ഒരു കേട്ടിലും പാട്ടിലും ഇല്ല. സമസ്തന്റെ കഴിഞ്ഞ കാല ചരിത്രവും അറിയില്ല. സമസ്തയുമായി ഒരു ബന്ധവുമില്ല. അങ്ങനത്തെ ആളുകൾ ഇന്ന് വന്ന് സമസ്തയിൽ വന്ന് വലിയ ഗതാക്കളാന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒന്നും അറിയാത്തവർ എന്ത് നേതൃത്വമാണ് അവർക്ക് കിട്ടുക? ഇതാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സമസ്തന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ആരെങ്കിലും ആയാൽ സമസ്തയുടെ ഒരു ചരിത്രവും പറയാൻ കിട്ടില്ല. അതുകൊണ്ട് സമസ്തയുടെ ചരിത്രം മുൻകാല ചരിത്രവും വേണ്ട. ഈ സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്നത് അതിൻ്റെ ആശയം ആദർശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി. അത് മനസ്സിലാക്കാൻ വരെ കഴിയാത്തവർ സമസ്തയുടെ ആളുകളായി അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരായി ഒക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊക്കെ നാം പറയേണ്ടത്? അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ
എന്താണ് അതിനാദർശം, എന്താണ് അതൊക്കെ ഒന്ന് അടുത്തറിഞ്ഞ് അങ്ങനത്തെവരാണ് സമസ്തയുടെ പിന്നിൽ സമസ്തയുടെ അനുയായികളായി നിരക്കേണ്ടത്. സമസ്തയുടെ അനുയായികളെന്ന് പറയാൻ സമസ്ത എന്തിനാണ് ഇവിടെ നിലകൊള്ളുന്നത്, അതിനാശയം ആദർശം എന്താണ് എന്ന് ഇന്ന് വരെ പഠിക്കാൻ പോലും തയ്യാറാവാത്തവരാണ് സമസ്ത വലിയ സംഗതിയായി പ്രസംഗിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഇവരോട് ചോദിച്ചു, സമസ്തയെക്കുറിച്ചൊന്നും പറയണ്ട, സമസ്തയുടെ 40 മുസാഫർ അംഗങ്ങൾ, ആ അംഗങ്ങളെ പേര് മാത്രം, പേര് മതി, ആൾക്കാരുടെ ഇടയിൽ വെച്ച് പറയാൻ കഴിയുമോ? എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ കൂട്ടിയാൽ തന്നെയും സമസ്തയുടെ നേതൃസ്ഥാനത്തുള്ള ആലിമയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉലമാക്കളുള്ള മഹാന്മാരായ വലിയ വലിയ ഉസ്താദുമാർ, ആലിമ്യങ്ങൾ, ആരിഫ്യങ്ങളടക്കം അതിൽപ്പെടും. അങ്ങനത്തെ വലിയ മഹത്വമുള്ളവർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സംഘടനയാണ് സമസ്തയിൽ ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം ഇന്നുള്ള നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു. ബഹുമാനമുള്ള സുൽത്താനുൽ ഉലമ, ആ ഉസ്താദിനെ പോലെ ഒരാളെ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പേര് പറയാൻ കഴിയുമോ? അങ്ങനത്തെ ഉസ്താദുമാരെ സംബന്ധിച്ച് അത്രയും വലിയ വലിയ മഹത്തുക്കളെ അല്ലാഹു നമുക്ക് കനിഞ്ഞ് ആ നിഅമത്തിന് നാം ശുക്ർ ചെയ്യണം. അവരാണ് നമ്മളെ ആലിമീങ്ങൾ. അവർ പറയുന്നത് നാം സ്വീകരിക്കണം. നമ്മുടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹുജ്ജത്താണ്. ആ ഉസ്താദുമാർ റബ്ബിൻ്റെ അരികിലും എല്ലായിടത്തും നമുക്ക് രേഖയായി പറയാനുള്ള നമ്മുടെ രേഖ ഈ ഉലമാ ആണ്. ആ ഉലമാവിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ഇതാണ് ഖുർആനും സുന്നത്തും അത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരെ കൂടെ നിലനിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് അല്ലാഹു തരട്ടെ. അവരെ കൂടെ അവരെ നിർബന്ധമാക്കിക്കൊണ്ടത് അവരുടെ കൂടെ തന്നെ പോകാനും അവസാനം അവരെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.